ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നമുക്ക് സുർബിയാൻ റൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇത് ഒരു യമനി ബിരിയാണി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവർ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ രീതിയിലുള്ള അതേ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അറബിക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് 4 വലിയ സവാള നേർമയായിട്ട് മുറിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിൽ 1 കപ്പ് കുക്കിംഗ് ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കണം. ഗീ കൂടി ചേർത്തിട്ട് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി കുറേശ്ശായിട്ട് വിതറിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. നിങ്ങൾ ഉള്ളി ഫ്രൈ ചെയ്യാനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. കാരണം കരിഞ്ഞു പോയിനെങ്കിൽ നമ്മൾ മസാലൻ്റെ ടേസ്റ്റൊക്കെ ഒരു കയ്പ്പ് രസം വരും. ഇതേപോലെ ലൈറ്റ് കളറായിട്ട് വേണം ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ എല്ലാ ഉള്ളിയും ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൽ നമുക്ക് ഇത് വിതറിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പിന്നെ വലിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജഫ്രൺ ഒന്ന് കുതിർത്ത് വെക്കണം. ജഫ്രൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ജഫ്രൺ തന്നെ എടുക്കുക. ഒരു 2 നുള്ള് ജഫ്രൺ ഒരു ചെറിയൊരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഇത് കുതിരാനായിട്ട് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ജഫ്രൺ ഒന്ന് കുതിർന്ന് വന്നോട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ചെറിയ ഉരുളക്കിഴങ്ങ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം അതെടുത്തോ, അതാണ് നല്ലത്. പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ദമ്മ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ഇത്ര ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 വെളുത്തുള്ളി അല്ലി, ഒരു വലിയ പീസ് ഇഞ്ചി, 3 കറിയാമ്പൂ, 2 പീസ് കറുവാപ്പട്ട, 3 ഏലക്കായ്, ഒരു 1/2 കപ്പ് നല്ല കട്ട തൈര്. പിന്നെ നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇത് അടിച്ചെടുക്കാം. കൂടുതൽ ലൂസാകണ്ട. ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഓയിലില്ലേ, അതിൽ നിന്നൊരു 1/2 ഭാഗം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു കളറില്ലേ, അതങ്ങ് വേണം. ഈ ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ കിടന്നിട്ട് വേകുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇത് എടുത്തിട്ട് കഴിക്കാനും വേണ്ടിയിട്ട് ഏകദേശം ആ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ ഇതിലങ്ങ് വരും. ഇനി ഉരുളക്കിഴങ്ങൊന്ന് കളർ മാറിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ചിക്കന്, 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ പീസായിട്ട് ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ്റെ കളറും ഒന്ന് മാറുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്യണം. ഏകദേശം ഒരു ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുങ്കുമപ്പൂവിന്ന് പകുതി ഭാഗം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ദമ്മിടുമ്പം ആവശ്യമുള്ളതാണ്. ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാൻ. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല തന്നെ കഴിക്കാനും വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് നല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ബസ്മതി റൈസ് തന്നെ എടുക്കുക. കഴുകിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നെറ്റിലോട്ട് ഇട്ട് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പിടുക. പിന്നെ 2 ബേ ലീഫ്, കറുവാപ്പട്ട, ഒരു കറുത്ത ഏലക്കായ്, 3 പച്ച ഏലക്കായ്, 3 കറാമ്പൂ, 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുക.
ഉപ്പിൻ്റെ ടേസ്റ്റ് നല്ലോണം ഒന്ന് മുമ്പന്തിയിൽ നിൽക്കണം. പിന്നെ ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തത് പറയാൻ മറന്നുപോയി. അത് ആവശ്യത്തിന് മസാലയിൽ ഉപ്പ് ചേർക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. നല്ല ഫ്ലെയിമിൽ തന്നെ, നല്ല വലിയ ഫ്ലെയിമിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക. ഏകദേശം ചോറ് ഒരു 75% കുക്കായാൽ മതി. ബാക്കി ദമ്മിടുന്ന സമയത്ത് പാകമായിക്കോളും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി മസാലയിൽ നിന്ന് പകുതി മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ പകുതി ചോറ് വെച്ച് കൊടുക്കാം. ചോറ് മസാലയും നല്ല ചൂടോടെ വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പകുതി ചോറിട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മസാലയിൽ നിന്ന് ബാക്കി മസാലയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി ചോറ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേണം ബാക്കി ചോറിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കി ചോറിട്ടതിന് ശേഷം കുങ്കുമപ്പൂവിൻ്റെ ബാക്കി വെള്ളം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. നല്ല ഫ്ലേവറുമാണ്, നല്ല കളറുമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി പൊരിച്ച ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു 3 മുളക് വെച്ച് കൊടുക്കാം. ഓയിൽ ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് ബദാമും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പുകയ്ക്കണം. അതിനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാർക്കോൾ, കത്തിച്ച ചാർക്കോൾ വെക്കുക. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ പുകയ്ക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് ചോറിനൊക്കെ. അടച്ചു വെക്കുക. ഒരു പഴയ തവ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് മാറ്റാം. ഇനി സേവൻ ഡിഷിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടെ വേണം ഇത് കഴിക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അറബിക് ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സൈഡ് ഡിഷിനൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ സൽസ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ വിശേഷമായും വീണ്ടും വരാം. അതുവരെയും ബൈ.